മഹാലക്ഷ്മി സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥനാണെങ്കിൽ കോടതിക്ക് മുമ്പാകെ എനിക്ക് ഇങ്ങനൊരു കുഞ്ഞ് ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ആ സമയം അനന്തു ആണെങ്കിൽ, യുവർ ഓണർ, ഇങ്ങനെ ഒരു നിമിഷം, ഇങ്ങനെ ഒരു മുഹൂർത്തം കോടതിയിൽ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട മേഘനാഥൻ്റെ മുടിനാരിഴകൾ ഇയാളുടെ മകനാണെന്ന് പറയുന്ന അപ്പുവിൻ്റെ മുടിനാരിഴകളും വിശദമായി പരിശോധിച്ച ശേഷമാണ് ഞാൻ കോടതിക്ക് മുന്നിൽ മാനസയുടെ കുട്ടി ഇയാളുടെ ചോരയാണെന്ന് ഇത്ര ഉറപ്പിച്ച് പറയുന്നതെന്നെല്ലാം അനന്തു പറയാണ്. അതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നത് കേട്ട് മേഘനാകെ ഞെട്ടിത്തരിക്കുകയാണ്. ഇത് കോടതിക്ക് പരിശോധിക്കുക എന്ന് പറഞ്ഞ ആ റിസൾട്ട് കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുന്നുണ്ട് അനന്തു. ഇതെല്ലാം കേട്ട് വളരെയേറെ സന്തോഷിക്കുകയാണ് മാർക്കോയും മഞ്ജുവും സാഗറും എല്ലാം തന്നെ. അനന്തു പറയുന്നത് പ്രതിജീവിതം നശിപ്പിച്ച ഒരുപാട് പെൺകുട്ടികളുണ്ട്, പക്ഷേ മാനസ മാത്രമാണ് ഇയാൾക്കെതിരെ കേസുമായിട്ട് മുന്നോട്ട് വന്നത്. എൻ്റെ കക്ഷിക്ക് നീതി കിട്ടണം യുവർ ഓണർ. വിവാഹത്തിന് മുമ്പ് പ്രതി സ്നേഹിച്ച് വശത്താക്കി കൂടെ കൊണ്ടു നടന്നിട്ട് മാനസയ്ക്കൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ അവളെ വലിച്ചെറിഞ്ഞിട്ട് മറ്റൊരു വിവാഹം കഴിച്ച കൂട്ടത്തിലാണ് ഇയാൾ. എൻ്റെ കക്ഷിക്ക് മേഘൻ എന്ന പ്രതിയെ കോടതി ശിക്ഷിക്കണമെന്നോ ജയിലിൽ കിടത്തണമെന്നോ എന്നും ഇപ്പോഴും ആഗ്രഹമില്ല. അവർക്ക് നീതി കിട്ടണമെന്ന് അവർ പരാതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നെല്ലാം തകർത്തു പറയാണ്ടോ അനന്തു. തുടർന്ന് മാനസ മാർക്കോനോട് പറയുന്നുണ്ട്, മാർക്കോ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. ഇയാൾ എന്നെ പോട്ടെ, എൻ്റെ കുഞ്ഞിനെ പോലും ഇയാൾ തിരിഞ്ഞു നോക്കില്ലായിരുന്നു. അയാളുടെ ഭീഷണിയിൽ ഞാനും കുഞ്ഞും ഒരു ജീവിതകാലം മുഴുവൻ പേടിച്ച് ഭയന്ന് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നേനെ എന്നെല്ലാം മാനസ പറയാണ്. മാർക്കോ പറയുന്നുണ്ട്, എന്നാൽ ഇതിനെല്ലാം നന്ദി പറയേണ്ടത് കണ്ണൻ സാറിനോടാണ്. കണ്ണൻ സാറിൻ്റെ പെങ്ങളെ വിഷമിപ്പിച്ച മേഘനാഥന് ഇതുപോലെ തന്നെ തിരിച്ചടി കൊടുക്കണമെന്ന് കണ്ണൻ സാറാണ് തീരുമാനിച്ചത്. അതാണ് ഇന്ന് ഈ കോടതിയിലുണ്ടായ അരങ്ങേറ്റം എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് വളരെയേറെ സന്തോഷിക്കുന്നുണ്ട് മഞ്ജു. പിന്നീടാണെങ്കിൽ മേഘൻ അവിടേക്ക് വരുന്നുണ്ട്. എന്നെ കോടതിയിലിട്ട് ഇങ്ങനെ നാണം കെടുത്തിയപ്പോൾ നിങ്ങൾക്കെല്ലാം വളരെ സന്തോഷമായില്ലേ എന്ന് മഞ്ജുവിനോടായിട്ട് ചോദിക്കുന്നുണ്ട്. നീ എന്നെ ഉപേക്ഷിച്ച് ഇവൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങുകയല്ലേ, നീ ഇനി അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്നേക്കാളും വലിയൊരു വിഷമാണ് ഇവൻ്റെ ഉള്ളിലുള്ളതെന്ന് നീ എന്തെങ്കിലും തിരിച്ചറിയുമെന്നും അന്ന് നീ ഇതെല്ലാം ഓർത്ത് പശ്ചാത്തപിക്കുമെന്നെല്ലാം മേഘൻ മഞ്ജുവിനോടായിട്ട് പറയാണ്. പിന്നീട് മാർക്കോനോട് പറയുന്നുണ്ട്, നീ ജയിച്ചു എന്നൊന്നും കരുതണ്ട, എന്നും ഒരാൾക്ക് മാത്രമായിട്ട് എന്നും തോൽവിയൊന്നും ഉണ്ടാവില്ല, അതെല്ലാവരും ഓർക്കുന്നത് നല്ലതാണെന്ന് മേഘൻ ഒരു മുന്നറിയിപ്പ് പോലെ പറയുന്നുണ്ട്. മാർക്കോ പറയുന്നുണ്ട്, ഇതിലും വലിയ തോൽവി ഇനി നിനക്കുണ്ടാവാനില്ലല്ലോ, കെട്ടിയ പെണ്ണ് നിന്നെ വിട്ട് മറ്റൊരാളുടെ കൂടെ പോവുകയും അതുപോലെ നിന്റെ വഴിവിട്ട ബന്ധങ്ങളെല്ലാം ഇപ്പൊ നാട് നീളെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞല്ലോ എന്നെല്ലാം പറയാണ്. ഇതിലും ഭേദം നീ പോയി ചാകുന്നതാണെന്നെല്ലാം മാർക്കോ പറയുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, ചാകാൻ പോകുന്നത് ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മേഘൻ വെല്ലുവിളിച്ച് അവിടുന്ന് പോവുകയാണ്. പിന്നീടാണെങ്കിൽ കമലേശ്വരത്ത് എല്ലാ വിവരങ്ങളും മേഘനാഥൻ്റെ അറിയുകയാണ്. ഉണ്ണിയാണെങ്കിൽ ദുർയോടായിട്ട് പറയുന്നുണ്ട്, ആ അനന്തുവിന് വെച്ച് ഇതിനെല്ലാം ഒത്താശ ചെയ്തത് കണ്ണൻ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാണ്. ബുദ്ധിമാനായ ഒരു വക്കീല് വിചാരിച്ചാൽ തെളിവുകളൊക്കെ ഒരു നിഷ്പ്രയാസം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും ഉണ്ണിയാണെങ്കിൽ മേഘന് വേണ്ടി വാദിക്കുകയാണ്. ഇനി മേഘേട്ടനാണെങ്കിൽ എല്ലാ രീതിയിലും കണ്ണേട്ടനെയും അതുപോലെ മഹാലക്ഷ്മിയെയും തകർക്കാനായിട്ട് ശ്രമിക്കും, അതിലൊരു സംശയമില്ല എന്ന് ഉണ്ണി പറയാണ്. ദുർഗ പറയുന്നുണ്ട്, അവൻ്റെ കുഞ്ഞല്ലെങ്കിൽ അവനിക്ക് കോടതിയിൽ ഒരു നിഷ്പ്രയാസം തെളിയിക്കാമായിരുന്നല്ലോ എന്നെല്ലാം ദുർഗ ഒരു സംശയം പ്രകടിപ്പിക്കുമ്പോൾ അവിടേക്ക് കണ്ണനും മഹാലക്ഷ്മിയും വരുന്നുണ്ട്. കണ്ണൻ പറയുന്നുണ്ട്, അത് അവന് തെളിയിക്കാൻ കഴിയില്ല, വിവാഹത്തിന് മുൻപ് മാനസയിൽ ജനിച്ചതാണ്, ആ സത്യം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വളച്ചൊടിച്ചാലും അതൊന്നും ഇല്ലാണ്ടാക്കാൻ പറ്റില്ല എന്നും കണ്ണൻ പറയുന്നുണ്ട്. മേഘന് കോടതിയിൽ തിരിച്ചടികൾ ഉണ്ടായിട്ട് പോലും നിങ്ങൾക്ക് അവന് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എന്നെല്ലാം ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമമാകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അവൾ വിശ്വസിച്ചിറങ്ങിപ്പോയ സാഗറിനെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ ഞാനോ ഇയാളോ തയ്യാറല്ല. ഇനി അവൾ സാഗറിൻ്റെ തനി നിറം തിരിച്ചറിഞ്ഞ് അവൾ ഇവിടേക്ക് തിരിച്ചു വരികയാണെങ്കിൽ 2 കൈ നീട്ടി ഞാൻ അവളെ സ്വീകരിക്കുമെന്നും നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള വിഷം അവളുടെ ഉള്ളിലില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്നും കണ്ണൻ പറയാണ്. ഇതെല്ലാം കാണിച്ചാണ് ഇന്നത്തെ റിവ്യൂ അവസാനിക്കുന്നത്. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.